അവർക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നിങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നമ്മുടെ നാടിനെ കാത്തു സൂക്ഷിക്കണം. ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തികൾക്കും കാരണം നമ്മളാണ്. നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ളതും നിങ്ങൾ ആവശ്യപ്പെട്ടതിന് എൻ്റെ ജീവിതകാലം മുഴുക്കെ നിങ്ങളുടെ മുൻപിൽ പാടാൻ ആഗ്രഹിക്കുന്നതും ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒരു തത്വം വേറെ ഒന്നുമില്ല. എത്രയോ ഉപനിഷത്തുകള്, എത്രയോ ഖുറാനുകള്, അല്ലെങ്കിൽ ഖുറാനിന്റെ വിവർത്തനങ്ങള്, ബൈബിളിന്റെ വിവർത്തനങ്ങള്, ഇതൊന്നും വായിക്കാനും അറിയാനും സമയമില്ലാതെ നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ ശ്രീ നാരായണ ഗുരുസ്വാമി അദ്ദേഹം മനുഷ്യന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാപ്സ്യൂൾ ഉണ്ടാക്കി ഓരോരുത്തരുടെയും വായിലിട്ട് തന്നു. അതാണ് ഞാനിവിടെ പറയാനും പാടാനും ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട, ഈ പറഞ്ഞ തത്വത്തെ ഒന്ന് വിഴുങ്ങിയാൽ മതി. അത് വെള്ളം പോലും കുടിക്കേണ്ട, അത്രയ്ക്ക് ശുദ്ധമായതാണ്. അതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈഴവ സമുദായത്തിനെ മാത്രം രക്ഷിക്കാൻ വേണ്ടിയല്ല ശ്രീ നാരായണ ഗുരുസ്വാമി പറഞ്ഞത്. സർവരും എന്നുള്ള വാക്ക് അതിനകത്ത് ഉണ്ടെന്നുള്ളത് അറിയണം. അത് സർവ ജനങ്ങളെയും ക്രീഡങ്ങളെയും സർവത്തിനെ ഉദ്ദേശിച്ചാണെന്നുള്ളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം എല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള ഉൾക്കൊള്ളും. ജാതിഭേദം മതദ്വേഷം, ജാതിഭേദം മതദ്വേഷം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇത് സ്മരിക്കുക. എനിക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും എന്നെ വളർത്തിയ ഓരോ തലമുറയെയും ഞാൻ സ്മരിച്ചുകൊണ്ട് അവരെല്ലാവരെയും എന്നും എല്ലാവരോടും എനിക്ക് നന്ദിയുള്ളവനാണെന്നുള്ളത് അറിയിച്ചുകൊണ്ട് എൻ്റെ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ 61-ാം വർഷത്തിൽ നവംബർ 14-ാം തീയതി പാടിയ ഈ വരികളാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ മുഖ്യമായ സംഗീതവും ഗാനവും എൻ്റെ നിലനിൽപ്പും. ഇത് അടുത്ത കോട്ടയത്ത് എന്നെ വിളിച്ചാലും ഇത് തന്നെ ഞാൻ പാടാൻ പോകുന്നത്, മറ്റൊരു ഗാനമായിരിക്കില്ല. എൻ്റെ ജീവിതകാലം മുഴുക്കെ ഇത് പാടും. അത് നിങ്ങൾ കേട്ടേ മതിയാവൂ. കാരണം ഇതിനി പാടേണ്ട, ഞങ്ങളെല്ലാം നന്നായി എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴും നിർത്താം. ആരും കൊതിക്കുന്ന ആ സ്വര സൗഭഗത്തിന് മുമ്പിൽ ഞങ്ങൾ നമിക്കുന്നു. കേരള സ്കൂൾ കലോത്സവം സുവർണ ജൂബിലി സംഘാടക സമിതിയുടെ